എന്ത് സംശയമുണ്ടെങ്കിലും സ്മാർട്ട് ഫോൺ എടുക്കുക, അതിലെ ഗൂഗിൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഉടൻ തന്നെ സംശയത്തിന് പരിഹാരമാകും. ഇതാണിപ്പം ശരാശരി ഒരു വ്യക്തിയുടെ അറിവിന്റെ ഉറവിടം. എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ ശീലം കൂടി കൈവന്നിരിക്കുകയാണ്. അതെന്താണെന്നറിയുമോ? നമ്മുടെയൊക്കെ രോഗത്തെക്കുറിച്ച് തന്നെയാണ്. ശരീരത്തിൽ ഒരു ചെറിയ വേദന വന്നാൽ, അതുമല്ലെങ്കിൽ ഒന്ന് തുമ്മിയാൽ പോലും അതിനുള്ള കാരണം അന്വേഷിക്കുന്നത് ഗൂഗിളിലാണ്. വയറ്റിൽ ഒരു ചെറിയ വേദന വന്നാൽ അതെന്തുകൊണ്ടാണെന്ന് ഗൂഗിളിൽ തിരഞ്ഞ് ക്യാൻസർ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട്. ഗൂഗിൾ എന്തു പറഞ്ഞാലും അത് സത്യമാണെന്നാണ് അവരുടെ വിശ്വാസം. എന്നാൽ ഇത് എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് വരുത്തി വെക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യന്റെ ആരോഗ്യം, രോഗനിർണയം, മരുന്ന് എന്നിവയ്ക്ക് പോലും കൂടുതൽ പേരും ഗൂഗിളിനെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഒരു ചെറിയ പനിയോ തുമ്മലോ വന്നാൽ വരെ ആ രോഗലക്ഷണങ്ങൾ വച്ച് ഗൂഗിളിൽ തിരയുകയും അതിൽ നിർദ്ദേശിക്കുന്ന ചില മരുന്നുകൾ മറ്റും വാങ്ങി സ്വയം ഡോക്ടർ ആകുകയുമാണ് പലരും. എന്നാൽ ഈ ശീലം നമുക്ക് വളരെ ദോഷകരമാകുമെന്നാണ് പുതിയ പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതിനെ IDIOT സിൻഡ്രം എന്നറിയപ്പെടുന്നു. ഇന്റർനെറ്റ് ഡിറൈവ്ഡ് ഇൻഫർമേഷൻ ഒബ്സ്ട്രാക്ഷൻ ട്രീറ്റ്മെന്റ് എന്നാണ് ഇതിന്റെ മുഴുവൻ പേര്. അസുഖങ്ങൾ വരുമ്പോൾ ഇത്തരത്തിൽ ഇന്റർനെറ്റിൽ തിരഞ്ഞ് സ്വയം ചികിത്സിക്കുന്നത് ശരിയായ വൈദ്യസഹായം തേടുന്നതിൽ നിന്ന് രോഗികളെ തടയുന്നതിനായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് 2022 പുറത്തിറങ്ങിയ ജേണലായ ക്യൂറസിൽ പറയുന്നു. ഓരോ ആഴ്ചയും 2-3 രോഗികൾ ഡോക്ടർ നൽകുന്ന കുറിപ്പടികൾക്ക് പകരം ഇന്റർനെറ്റിലെ അപൂർണമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ സ്വയം ചികിത്സിക്കുന്നതായി കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ റെസ്പിറേറ്ററി മെഡിസിൻ മുൻ മേധാവി പ്രൊഫസർ രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു.